ലോകത്തെ ഏറ്റവും സുപ്രധാനമായ കടൽപ്പാത ഇന്ന് ഏറ്റവും അപകടം പിടിച്ച യുദ്ധമേഖലയാണ്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേൽ ആക്രമിച്ച് 1500-ലധികം ആളുകളെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ് ചെങ്കടലിലെ പ്രതിസന്ധിക്ക് കാരണം. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യമനിലെ ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചു. ഇതോടെ ഷിപ്പിംഗ് കമ്പനികൾ അവരുടെ കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി തിരിച്ചുവിടാൻ തുടങ്ങി. ചെങ്കടൽ സംഘർഷഭരിതമായിട്ട് 16 മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ആഗോള വ്യാപാരത്തിന്റെ സുപ്രധാന ചരക്ക് നീക്കപാതയാണ് ചെങ്കടൽ. ഹൂതി ആക്രമണങ്ങൾ ശക്തമായതോടെ ഇതുവഴിയുള്ള ചരക്കു കപ്പലുകളൊക്കെ ഗതി മാറി സഞ്ചരിക്കുകയാണ്. സമയവും ദൂരവും വർദ്ധിച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് ആഗോള വ്യാപാര രംഗം നേരിടുന്നത്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള എണ്ണ, വാതകം, വസ്ത്രം, ഇലക്ട്രോണിക്സ്, വാഹനഭാഗങ്ങൾ, യന്ത്രങ്ങൾ, ക്രൂഡ് ഓയിൽ എന്നിവയുടെ കയറ്റുമതിയാണ് ചെങ്കടൽ പാതയിലൂടെ പ്രധാനമായും നടക്കുന്നത്. യുദ്ധക്കളമായി മാറിയിരിക്കുന്ന ഈ കടൽപാത എങ്ങനെയാണ് ആഗോള വ്യാപാരത്തിൽ നിർണായകമാകുന്നത്? ഇതറിയാൻ ഭൂമിശാസ്ത്രപരമായി ചെങ്കടലിൻ്റെ സ്ഥാനിക പ്രാധാന്യം അറിയണം. ആഫ്രിക്കയുടെ വടക്കുകിഴക്കൻ തീരത്തിനും അറേബ്യൻ ഉപദ്വീപിനുമിടയിലുള്ള ഇടുങ്ങിയ നീണ്ട കടലാണ് ചെങ്കടൽ. 2250 കിലോമീറ്ററാണ് ദൈർഘ്യം. പടിഞ്ഞാറ് സുഡാനും എറിട്രയും ഈജിപ്തും, കിഴക്ക് വശത്ത് യമനും സൗദി അറേബ്യയും. കിഴക്കനേഷ്യൻ അല്ലെങ്കിൽ ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടന്ന് പടിഞ്ഞാറ് ലക്ഷ്യമിട്ട് നീങ്ങും. ജിബൂട്ടിക്കും യമനുമിടയിലുള്ള 30 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാബൽ മാൻഡേബ് കടലിടുക്ക് വഴിയാണ് ചെങ്കടലിൽ പ്രവേശിക്കുക. ബാബൽ മാൻഡേബാണ് ചെക്ക് പോയിന്റ്. ഇതുവഴി കപ്പലുകൾ തെക്കൻ ചെങ്കടലിൽ കടന്ന് വടക്കോട്ട് സഞ്ചരിക്കും. ഈ പാത കടന്ന് സൂയസ് കനാൽ വഴി മെഡിറ്ററേനിയൻ കടൽ കടന്ന് യൂറോപ്യൻ തുറമുഖങ്ങളിലേക്ക് എത്തും. നെതർലാൻഡ്സിലെ റോട്ടർഡാം, ജർമ്മനിയിലെ ഹാംബർഗ്, ബെൽജിയത്തിലെ ആന്റ്വേർപ്പ്, ഗ്രീസിലെ പൈറേയസ്, ഇറ്റലിയിലെ ജനോവ, ഫ്രാൻസിലെ മർസെയ് എന്നിവയാണ് പ്രധാന കേന്ദ്രങ്ങൾ. ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് നെതർലാൻഡ്സിലെ റോട്ടർഡാമിലേക്ക് ചെങ്കടൽ വഴി 20,000 കിലോമീറ്റർ ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ശുഭപ്രതീക്ഷാ മുനമ്പ് ചുറ്റിയാൽ അത് 25,000 കിലോമീറ്റർ ആകും. ചെങ്കടൽ വഴിയുള്ള യാത്ര 26 ദിവസങ്ങളാണെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി പോയാൽ അത് 38 ദിവസം വരെയാകും. ബാബൽ മാൻഡേബ് ചെക്ക് പോയിന്റ് വഴി ചെങ്കടൽ കടന്ന് സൂയസ് കനാൽ വഴിയുള്ള ഗതാഗതം താരതമ്യേന ചെലവ് കുറഞ്ഞതാണ്. കനാൽ ഗതാഗതത്തിനുള്ള ടോൾ ചരക്കു കപ്പലിൻ്റെ വലിപ്പമനുസരിച്ച് $7 ലക്ഷം വരെയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗതാഗതത്തിന് ടോൾ ഇല്ലെങ്കിലും ദൂരം കൂടുന്നതുകൊണ്ട് ഇന്ധന ചെലവ് വർദ്ധിക്കും. ജീവനക്കാരുടെ വേതനത്തിലുള്ള വ്യത്യാസവും ഇരുപാതകളിലൂടെയുള്ള യാത്രാ ചെലവിനെ ബാധിക്കും. ചെങ്കടലിലൂടെ യാത്രാ ദൈർഘ്യം കുറവായതിനാൽ ജീവനക്കാരുടെ വേതനത്തിലും കുറവ് ലഭിക്കും. ഈ 2 പാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതവും വ്യത്യസ്തമാണ്. ദൂരം കുറയുമ്പോൾ കാർബൺ ബഹിർഗമനവും കുറയും. എങ്ങനെ നോക്കിയാലും ചെങ്കടൽ വഴിയുള്ള ചരക്കു കപ്പൽ നീക്കമാണ് ലാഭകരം. ഈ വഴി ഒഴിവാക്കി സഞ്ചരിച്ചാൽ യാത്രാ ചെലവ് 40 മുതൽ 60% വരെ ഉയരുമെന്നാണ് കണക്കുകൾ. 2023 നവംബർ 19 ഇസ്രയേലി വ്യവസായിയുടെ ഉടമസ്ഥതയിലുള്ള MV ഗാലക്സി ലീഡർ എന്ന കപ്പലിനെതിരായ ആക്രമണത്തോടെയാണ് വാണിജ്യ കപ്പലുകൾക്കെതിരായ ഹൂത്തി ആക്രമണം ആരംഭിക്കുന്നത്. നവംബറിലും ഡിസംബറിലും ആക്രമണം തുടർന്നു. ഡിസംബർ 18 US ഹൂത്തികൾക്കെതിരെ സൈനിക നടപടി തുടങ്ങി. 2024 ജനുവരി 11 12 US UK സംയുക്ത നടപടികളുണ്ടായി. പക്ഷേ ഹൂത്തികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് തുടർന്നു. ഫെബ്രുവരിയിൽ UK ഉടമസ്ഥതയിലുള്ള ബെലീസ് പതാക വഹിച്ച MV റൂബിമാർ എന്ന കപ്പൽ ഹൂത്തികൾ മുക്കി. 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ഹൂത്തികൾക്കെതിരെ US-ഉം സഖ്യകക്ഷികളും ശക്തമായി വ്യോമാക്രമണം നടത്തി. പക്ഷേ ഹൂത്തികൾ കപ്പലുകൾ ആക്രമിക്കുന്നത് തുടർന്നു. ഇക്കാലത്ത് ആഗോള ഷിപ്പിംഗ് ഇൻഷുറൻസ് ചാർജ് കുത്തനെ ഉയർന്നു. ആദ്യകാലത്ത് ഇസ്രയേലിനും സഖ്യകക്ഷികൾക്കുമെതിരെയാണ് ആക്രമണം പ്രഖ്യാപിച്ച ഹൂത്തികൾ 2025 ജനുവരിക്കും ഏപ്രിലിനുമിടയിൽ കപ്പലുകളെ കൊടി നോക്കാതെ ആക്രമിക്കുന്നതാണ് കണ്ടത്. ചെങ്കടൽ വഴിയുള്ള വാണിജ്യ കപ്പൽ നീക്കം തടസ്സപ്പെട്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാണ് തീർത്തത്. യൂറോപ്പിലും ഏഷ്യയിലും പണപ്പെരുപ്പം വർദ്ധിക്കുന്നതിനടക്കം ചെങ്കടൽ പ്രതിസന്ധി കാരണമായി. സൂയസ് കനാൽ റവന്യൂ നിലച്ചതോടെ ഈജിപ്തിന് മാത്രം വർഷം $10 ബില്യൺ വരെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആഗോളതലത്തിൽ നോക്കിയാൽ നേരിട്ടുള്ള ഷിപ്പിംഗ് കോസ്റ്റ് നഷ്ടം 15 ബില്യണുമാണ്.